അപ്പം ദേ ഇന്നത്തെ മുടിയിലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് മുടി ദേ ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടിയ സമയത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ, അതായത് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 22ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു ചലഞ്ച് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ, വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ തീരെ സമയമില്ലാത്ത ആൾക്കാർക്കും അല്ലാണ്ട് വീട്ടിൽ തന്നെ നിൽക്കുന്ന പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക, ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക്, അതായത് സമയം ഒട്ടും കിട്ടാത്ത അമ്മമാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ ചാലഞ്ച് തന്നെയാണിത്. അപ്പം ഇതിൽ ഇന്ന് 22ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒലിവ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് അതിൻ്റെ ജെല്ലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനുശേഷം ഇന്നത്തെ ദിവസം വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഓയിലിംഗ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഷാമ്പു ആണ്. അതായത് നിങ്ങൾക്ക് ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ഷാമ്പു ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ആക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇന്നുള്ളത്. ഇന്ന് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതായത് തലേദിവസം നൈറ്റ്, അതായത് ഇന്നലെ നൈറ്റ് ഇപ്പോൾ ഓയിൽ സ്കാൽപ്പിൽ മാത്രം ഓയിൽ ഇട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇനി നിങ്ങൾ ഈ ഒരു ഷാമ്പു ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് സ്കാൽപ്പും മുടിയുടെ ലെങ്ത്തും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ആ ഒരു അംല, അതുപോലെ തന്നെ ശിക്കാക്കായ്, സോപ്നെറ്റ് പൗഡറിൻ്റെ ആ ഒരു മൂന്നിൻ്റെയും കൂടെ മിക്സ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു ആയിട്ട് ഇന്നത്തെ ദിവസം യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ഏതെങ്കിലും ഒരു, അതായത് ഇപ്പോൾ ശിക്കാക്കായ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ സോപ്നെറ്റ് മാത്രമാണെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. കുറച്ച് വെള്ളത്തിൽ കലക്കി ഷാമ്പു ആക്കിയിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഏതാണോ, ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷാമ്പു ഏതാണോ ആ ഷാമ്പു ഇട്ടാലും മതിയാകും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ചോയ്സാണ് എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഷാമ്പുവിൻ്റെ എഫക്റ്റ് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പം നന്നായിട്ട് സ്കാൽപ്പും മുടിയുടെ ലെങ്ത്തും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ആക്കി വെക്കുകയാണ് ഇന്നത്തെ ഡേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പം ഇന്ന് വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പം അതിന് ശേഷം ഇന്നത്തെ ഡേ ഷാമ്പൂയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ നൈറ്റ് വീണ്ടും സ്കാൽപ്പിൽ ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിറ്റേ ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു മുടിയുടെ ലെങ്തിലേക്കും കൂടി, കുളിക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ ഇട്ട് കൊടുത്തിട്ട് കുളിക്കാം. ഇനി നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ, അല്ലെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും നന്നായിട്ട് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കുളിക്കാം. അപ്പോൾ നാളത്തെ ഡേ കുളിക്കുന്ന സമയത്ത് ഷാമ്പു കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ട് വെറുതെ ഓയിൽ എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ കുളിക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേയിലെ കാര്യവും നാളത്തെ ഡേയിലെ കാര്യം. അപ്പോൾ ഇന്നലെ നൈറ്റ് ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന് ഈ ഒരു ഷാമ്പു ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു മണിക്കൂർ മുൻപായിട്ടെങ്കിലും നിങ്ങൾ മുടിയുടെ ലെങ്തിലേക്കാണെങ്കിലും സ്കാൽപ്പിലേക്കാണെങ്കിലും നന്നായിട്ട് ഓയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യാം. അപ്പം അതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കാര്യം ഓക്കെ ആയി, നാളത്തെ കാര്യം ഓക്കെ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ പിന്നെന്താ പറയുക, പിന്നെ ഇൻവേർഷൻ മെത്തേഡ് എല്ലാവരും എന്തായാലും മുടങ്ങാതെ ചെയ്യണം കേട്ടോ. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നേരം കിട്ടുന്ന സമയത്ത് ചെയ്യണം. അതുപോലെ തന്നെ ഓയിലും കാര്യങ്ങളൊന്നും മുടക്കില്ല, അതും ആ ഒരു സമയത്ത് തന്നെ നൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമേ പിറ്റേ ദിവസം ചെയ്യേണ്ടതുള്ളൂ. ഇനി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് നൈറ്റ് തന്നെ ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് വേറെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതുപോലെ തന്നെ ഞാനീ പറഞ്ഞേക്കുന്ന അത്രയും കാര്യങ്ങൾ 1 മന്ത് ഫോളോ ചെയ്താൽ മാത്രമാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു റിസൾട്ട് നിങ്ങളുടെ മുടി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീണ്ടും പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ അതിലൊരു റിസൾട്ട് ഉണ്ടാകുള്ളൂ കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്,
പിന്നെ ബാക്കി ഉറക്കം കാര്യങ്ങളും നിങ്ങളുടെ ഫുഡ് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വേറെ കാര്യങ്ങൾ ഒന്നും പറയാനില്ല. പിന്നെ ഈ ഒരു ഏകദേശം നമ്മുടെ ഈ ഒരു ചലഞ്ച് അവസാനിക്കാറായിട്ടുണ്ട്. ഇന്നിപ്പോൾ 20ാമത്തെ ഡേ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നീട്ടണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഇതിൽ ആരും പ്രത്യേകിച്ച് അങ്ങനെ കമൻ്റ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പം 1 മന്ത് ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയാണ് കേട്ടോ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ടാറ്റ ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.